നമസ്കാരം. SP4 ക്വാണ്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പ്രിലിമിനറി എക്സാമിലെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടുള്ള 4ാമത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. ഉദ്യോഗാർത്ഥികളെ ഒരൽപ്പം കുഴപ്പിച്ച കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എന്നുള്ള റീസണിംഗ് ഭാഗത്ത് നിന്നുള്ളതായിരുന്നു ഈ ചോദ്യം. സാധാരണഗതിക്ക് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചെയ്തു പരിശീലിച്ച ഉദ്യോഗാർത്ഥികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ കോഡഡ് വാല്യൂസും ഒറിജിനൽ വാല്യൂസും തമ്മിലുള്ള ബന്ധത്തിലേക്ക് നേരിട്ട് എത്തിച്ചേരുവാൻ സാധിക്കും. എങ്കിൽ പോലും അത്ര പരിചിതരല്ലാത്ത ഉദ്യോഗാർത്ഥികളുടെ സമയം ധാരാളം കളയുവാൻ പറ്റിയ തരത്തിലുള്ള ഒരു ചോദ്യമായിരുന്നു ഈ കോഡിംഗ് ഡീകോഡിംഗ്. ആ ട്രാപ്പിൽ പല ഉദ്യോഗാർത്ഥികളും വീണുപോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചോദ്യം പരിശോധിക്കാം. 325 105 എന്ന് കോഡ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ 325 ഈസ് കോഡഡ് ആസ് 105. 436 ഈസ് കോഡഡ് ആസ് 137. 547 ഈസ് കോഡഡ് ആസ് 169. എങ്കിൽ 258 എങ്ങനെയായിരിക്കും കോഡ് ചെയ്തിരിക്കുക? ഇതായിരുന്നു ചോദ്യം. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ കോഡിംഗ് ഡീകോഡിംഗ് എന്നുള്ള കോൺസെപ്റ്റ് പരിചയമുള്ളവര്, ധാരാളം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്തു പരിചയിച്ചവരുടെ മനസ്സിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ കോഡും അവയുടെ ഒറിജിനൽ വാല്യൂയും തമ്മിലുള്ള ഒരു റിലേഷൻ എത്തിച്ചേരുന്നതാണ്. അല്ലാത്ത ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം സമയമെടുക്കും ഇതിന്റെ കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുവാൻ. കാര്യം, ഇത് സാധാരണഗതിയിലുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിനെ പ്രത്യേകിച്ച് ഫോളോ ചെയ്യുന്നതല്ല. മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് തന്നെ, പക്ഷെ വ്യത്യസ്ത രീതിയിലാണ് ഈ ചോദ്യത്തിനെ നമ്മൾ സമീപിക്കേണ്ടത് എന്ന് മാത്രം. ഇവിടെ നമുക്ക് നോക്കാം. ഈ ചോദ്യത്തിലേക്ക് കിടക്കുമ്പോൾ ഞാൻ നേരിട്ട് തന്നെ അതിന്റെ ഉത്തരത്തിന്റെ ഭാഗത്തിലേക്ക് വരികയാണ്. അപ്പൊ എല്ലാ വാല്യൂസിനെയും നമ്മളിവിടെ രണ്ടായിട്ട് തരംതിരിക്കുന്നു എന്ന് കരുതിക്കോളൂ. അപ്പൊ 105 എന്നുള്ളതിനെ നമുക്കിവിടെ 10 5 എന്ന് തരംതിരിച്ചോളൂ. 137നെ 13 7 എന്ന് തരംതിരിച്ചോളുക. 169നെ 16 9 എന്നും തരംതിരിച്ചോളുക. ഇനി ഈ വാല്യൂസ് എന്തായിരിക്കും ഇവിടെ പ്രത്യേകത എന്ന് നോക്കുക. ഈ 325 എന്ന സംഖ്യയിലെ 3 2 5 ഇവ മൂന്നും കൂടെ കൂട്ടിയാൽ, ഇപ്പൊ ഇവിടെ 325ലെ 3 പ്ലസ് 2 പ്ലസ് 5 എത്ര കിട്ടിക്കോളും? നമുക്ക് ഈ 10 എന്നുള്ള വാല്യൂ കിട്ടും. ഇനി 325ലെ ആദ്യ രണ്ടക്കങ്ങളായ 3ഉം 2ഉം മാത്രമാണ് കൂട്ടുന്നതെന്ന് കരുതുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടിക്കോളും? 5ഉം കിട്ടിക്കോളും. അപ്പൊ ഇത്തരം ഒരു ബന്ധം തുടർന്നുള്ള സംഖ്യകളിലും ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ഇപ്പൊ രണ്ടാമത്തെ സംഖ്യ എടുത്തു. ഇവിടെ 4 പ്ലസ് 3 പ്ലസ് 6 ഇവ കൂട്ടി നോക്കി. അപ്പൊ 4 3 7 വേറെ 13 കിട്ടി. അടുത്തത് നമ്മൾ നോക്കിയപ്പോ 4 പ്ലസ് 3 ആദ്യം പറഞ്ഞ അതേ റിലേഷൻ രണ്ടാമത്തെ സംഖ്യയും ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത സംഖ്യയും നമ്മൾ ഉറപ്പിക്കുന്നു. ഇപ്പൊ ഇവിടെ 5 പ്ലസ് 4 പ്ലസ് 7. അപ്പൊ 5 4 9 7 16 ആണ്. അതിന്റെ രണ്ടാം ഭാഗം 5 പ്ലസ് 4 എന്നെടുത്തു. അപ്പൊ അതുകൊണ്ട് ഇതേ ലോജിക്ക് നമുക്ക് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ സംഖ്യയുടെ ഫസ്റ്റ് പോർഷൻ 2 പ്ലസ് 5 പ്ലസ് 8 എന്നും സെക്കൻഡ് ഭാഗം 2 പ്ലസ് 5 എന്നും മാറ്റാം. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കിട്ടി നമ്മുടെ സംഖ്യയുടെ ഇടത് ഭാഗം 15 എന്നും വലത് ഭാഗം 2 5 7 എന്നും കിട്ടി. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാം. ഉത്തരം ഓപ്ഷൻ ബി 157 എന്നുള്ളതാണ്. അപ്പൊ വ്യത്യസ്ത രീതിയിലുള്ള ഇത്തരം പാറ്റേൺ നമുക്ക് ചോദ്യം വായിക്കുന്ന അവസരത്തിൽ നമ്മുടെ മനസ്സിൽ തെളിയണമെങ്കിൽ നേരത്തെ ഇതേപോലെ ധാരാളം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ള ഒരു പരിചയം വേണം. ഇല്ലാതെ പെട്ടെന്ന് ഒരു ചോദ്യം കാണുന്ന മാത്രയിൽ നമുക്ക് ഉത്തരത്തിലേക്ക് അത്ര എളുപ്പത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയില്ല. KAS മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ഭാഗത്തെ തെറ്റിയ ഏക ചോദ്യം ഇതായിരുന്നു. ഹൗ മെനി സ്ക്വയേഴ്സ് ആൻഡ് റെക്ടാംഗിൾസ് ക്യാൻ ബി ഡ്രോൺ ബൈ എ സെറ്റ് ഓഫ് 4 straight parallel lines perpendicular to another set of 4 parallel lines? എന്ന ഈ ചോദ്യത്തിന്റെ ഒരു രസകരമായ വസ്തുത, ഇതിന് മുമ്പ് മറ്റു സംസ്ഥാനങ്ങൾ നടത്തിയ, പ്രത്യേകിച്ച് രാജസ്ഥാൻ, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങൾ നടത്തിയ ചോദ്യങ്ങൾ പരിശീലിച്ച ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് വളരെ പരിചിതമായിരുന്നു ഈ ചോദ്യം. കാര്യം, കർണാടക
ഓൾറെഡി ഈ ചോദ്യം അവിടെ ചോദിച്ചിട്ടുണ്ട്. അവരുടെ കഴിഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാംസിൽ മറ്റു പല പരീക്ഷകളിലും കടന്നു വരാറുള്ള തരത്തിലുള്ള ഒരു ചോദ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ചോദ്യം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാംസിലും ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്ന് വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ ചോദ്യം നൽകിയ രീതി ഒരല്പം തെറ്റി. അവിടെ ഓപ്ഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ചോദ്യം വളരെ സിമ്പിളാണ്. 4 ഹൊറിസോണ്ടലും 4 വെർട്ടിക്കൽ ലൈൻസും ചേർത്ത് വരയ്ക്കുമ്പോൾ നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു ഗ്രിഡാണ് കിട്ടുക. അപ്പോൾ 9 ചെറിയ സമയതരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രിഡ്. അപ്പൊ ഈ ഗ്രിഡിന്റെ അകത്ത് മുഴുവൻ എത്ര റെക്ടാങ്കിൾസ് ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ഈ സ്ക്വയേഴ്സ് ആൻഡ് റെക്ടാങ്കിൾസ് എന്നുള്ള പ്രയോഗം അത് തന്നെ തെറ്റാണ്. സ്ക്വയേഴ്സ് ആൻഡ് റെക്ടാങ്കിൾസ് രണ്ടായിട്ട് കാണേണ്ടതില്ല. സ്ക്വയേഴ്സ് മാത്രമായിട്ട് ചോദിക്കാം, അപ്പൊ റെക്ടാങ്കിൾസ് അതിൽ വരില്ല. ഇല്ലെങ്കിൽ റെക്ടാങ്കിൾസ് മാത്രമായിട്ട് ചോദിക്കാം, സ്ക്വയേഴ്സ് അതിൽ വന്നുകൊള്ളും. കാര്യം ഓൾ സ്ക്വയേഴ്സ് ആർ റെക്ടാങ്കിൾസ്. എല്ലാ സമചതുരങ്ങളും അടിസ്ഥാനപരമായിട്ട് ചതുരങ്ങളാണ്. എന്നാൽ എല്ലാ ചതുരങ്ങളും സമചതുരങ്ങളും അല്ല. അപ്പൊ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എത്ര റെക്ടാങ്കിൾസ് എന്നാണ് എന്ന് നമുക്ക് ഇവിടെ നിന്ന് കരുതാം. അപ്പൊ ഇവിടെ 2 ചോദ്യങ്ങളുടെ ഉത്തരവും ഞാനിവിടെ പറയാം. ആദ്യം നമുക്ക് സ്ക്വയേഴ്സിനെ കുറിച്ച് ചിന്തിക്കാം. ഈ ചിത്രത്തിൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള വളരെ ലളിതമായിട്ടുള്ള മാർഗം നമുക്ക് ഈ ഡയഗ്രത്തിനെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഈ കൗണ്ടിങ്ങിന്റെ മറ്റൊരു മെത്തേഡാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കൗണ്ടിങ്ങിന് പല രീതിയിൽ നമുക്ക് ഉത്തരങ്ങളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. വളരെ ലളിതമായിട്ടുള്ള ഒരു കൗണ്ടിങ് മെത്തേഡ് നമുക്കിവിടെ ആദ്യം ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ 3x3 ഡയമെൻഷനുള്ള ഈ ഗ്രിഡിലെ നമ്മൾ പലതായിട്ട് തിരിക്കും. അപ്പൊ ആദ്യം ഒരു സിംഗിൾ ബ്ലോക്കിനെ കൺസിഡർ ചെയ്തോളൂ. സെക്കൻഡ് ആയിട്ട് നമുക്ക് ഇവിടെ ഒരു 2x2 ബ്ലോക്കിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ ഈ 2x2 ബ്ലോക്ക് എന്നുള്ളത് ഓക്കെ. അപ്പൊ വ്യക്തമായ ചിത്രത്തിന്റെ സഹായത്തോടെ നമുക്കിത് വിശദീകരിക്കാം. ഇവിടെ ആദ്യം നമ്മൾ ഈ ചെറിയ ഒരു സിംഗിൾ ബ്ലോക്കിനെ കുറിച്ച് കൺസിഡർ ചെയ്തു. ഇവിടെ നമ്മൾ 2 കാര്യങ്ങളെ കുറിച്ചും ചിന്തിക്കുന്നു. അതായത് റെക്ടാങ്കിൾസിനെ കുറിച്ചും ചിന്തിക്കുന്നു, സ്ക്വയേഴ്സിനെ കുറിച്ച് ചിന്തിക്കും. അത് നമുക്ക് സ്ക്വയേഴ്സിനെ കുറിച്ച് ചിന്തിക്കാം. ഈ ചിത്രത്തിൽ എത്ര സ്ക്വയേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു എന്നാണ്. അപ്പൊ ഈ ചിത്രത്തിൽ ആകെ ഒറ്റ സ്ക്വയറിലേ ഉള്ളൂ, ഒരു സ്ക്വയർ. ഇനി ഈ ചിത്രത്തിൽ എത്ര റെക്ടാങ്കിൾസിനെ നമുക്ക് കാണാൻ സാധിക്കും? റെക്ടാങ്കിൾസിന്റെ എണ്ണം ചോദിച്ചാലും ഇവിടെ എന്ത് തന്നെ വന്നോളും, 1 തന്നെ വന്നു. അപ്പൊ നമുക്കിനി അടുത്ത ചിത്രത്തിലേക്ക് വരാം. ഈ രണ്ടാമത്തെ ചിത്രം ഇതൊരു 2x2 ഗ്രിഡ് ആണ്. ഇപ്പൊ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാം, 3 ഹൊറിസോണ്ടലും 3 വെർട്ടിക്കൽ ലൈൻസും കൂടെ ചേർത്ത് ഉണ്ടാക്കിയ ഒരു ഗ്രിഡാണിത്. അപ്പൊ ഇതിന്റെ അകത്ത് എത്ര സ്ക്വയേഴ്സ് എന്നുള്ളത് നമുക്ക് ആദ്യം ശ്രദ്ധിക്കാം. അപ്പൊ സ്ക്വയേഴ്സ് കൗണ്ട് ചെയ്യുന്ന രീതി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. വളരെ വ്യത്യസ്തമായ രീതികളിൽ ഇതിന്റെ ഉത്തരത്തിലേക്ക് വരാം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു രീതി ആണ് ഞാനിവിടെ വിശദീകരിക്കുന്നത്. ഒന്ന്, ഈ എൻറ്റയർ ബിഗ് സ്ക്വയറിനെ കൺസിഡർ ചെയ്തു, വലിയ സ്ക്വയർ, ഈ ഫ്രെയിം തന്നെ. അപ്പൊ അങ്ങനെ ഒരെണ്ണം അവിടെ ഉണ്ട് അല്ലെ, 1 പ്ലസ്. ഇനി ചെറിയ 1x1 സ്ക്വയേഴ്സ് ഉണ്ട്. ഈ ചെറിയ ചെറിയ സ്ക്വയേഴ്സ് ഉണ്ടോ? അത് എത്ര എണ്ണം ഉണ്ട് അവിടെ? 4 എണ്ണം ഉണ്ട്. അപ്പൊ ഈ 4നെ ഞാൻ ഇവിടെ 2 സ്ക്വയർ എന്ന് എഴുതി. അപ്പൊ തീർന്നില്ലേ എത്രയും? അപ്പൊ ഇത് 1 പ്ലസ് 2 സ്ക്വയർ ആയി. അപ്പൊ മുഴുവൻ 5 സ്ക്വയേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇനി റെക്ടാങ്കിൾസിനെ കുറിച്ച് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അപ്പൊ റെക്ടാങ്കിൾസ് നമ്മളിവിടെ ശ്രദ്ധിക്കുമ്പോഴത്തേക്കിന് ആദ്യം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഓൾ സ്ക്വയേഴ്സ് ആർ ഓൾസോ റെക്ടാങ്കിൾസ്. അതുകൊണ്ട് ഈ എൻറ്റയർ ഫ്രെയിം തന്നെ ആദ്യത്തെ റെക്ടാങ്കിൾ ആയിട്ട് മാറി, പ്ലസ്. ഇനി നമുക്ക് റെക്ടാങ്കിൾസിനെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കിന് അടുത്ത പോർഷനിലേക്ക് വരുമ്പോൾ 2x2 റെക്ടാങ്കിൾസിനെ കൺസിഡർ ചെയ്തോളൂ. ഇങ്ങനെ ചേരുന്ന ഭാഗം കണ്ടോ, ഇത് 2x1 റെക്ടാങ്കിൾസ് ആണ്. 2 യൂണിറ്റ്സ് ഇങ്ങോട്ടേക്ക് നീളം, 1 യൂണിറ്റ് ഇങ്ങനെ നീളം. അപ്പൊ ഈ രീതിയിൽ എത്ര റെക്ടാങ്കിൾസ് ഉണ്ട് ഇവിടെ? ഇത്തരത്തിൽ 1, അത് തന്നെ ഇങ്ങോട്ടേക്ക് കൺസിഡർ ചെയ്യാം 2, അടുത്ത 3ാമത്തെ ഇങ്ങനെ കൺസിഡർ ചെയ്യാം 3, അടുത്ത 4ാമത്തെ ഇങ്ങനെ കൺസിഡർ ചെയ്യാം. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഒരു സംശയം വരാം. ഇതിന്റെ അകത്ത് ഇപ്പൊ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്ത ഈ റെക്ടാങ്കിളിലെ ഈ സെക്കൻഡ് ബോക്സ് അടുത്ത റെക്ടാങ്കിൾ കൺസിഡർ ചെയ്തപ്പോൾ അതിന്റെ അകത്തും വന്നു. അപ്പൊ ആ മെർജിങ്ങിനൊന്നും അവിടെ ഒരു കുഴപ്പമില്ല. വ്യത്യസ്ത രീതിയിൽ നമുക്ക് എങ്ങനെ കൗണ്ട് ചെയ്യാം എന്നുള്ളത് മാത്രമേ അവിടെ ശ്രദ്ധിക്കുന്നു. അപ്പൊ മൊത്തത്തിൽ നമുക്ക് അവിടെ 4 റെക്ടാങ്കിൾസ് കിട്ടിയില്ലേ, 4 റെക്ടാങ്കിൾസ് പ്ലസ്. ഇനി ചെറിയ ചെറിയ സ്ക്വയേഴ്സ്, അപ്പൊ സ്ക്വയേഴ്സ് ആർ ഓൾസോ റെക്ടാങ്കിൾസ്, അതും അവിടെ 4 ഇല്ലേ.
അപ്പൊ ഇത് നമ്മൾ കൂട്ടി വരുമ്പോൾ നമുക്ക് കിട്ടുക 9 എന്ന് കിട്ടും. അപ്പൊ ഇതിനെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമിലേക്ക് മാറ്റിയാൽ ഞാൻ ഇതിനെ 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് എന്ന് മാറ്റി എഴുതും. അപ്പൊ ഓർക്കുക സ്ക്വയേഴ്സ് ആയിരുന്നു. അപ്പോൾ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ നമുക്ക് മാറ്റി എഴുതാമായിരുന്നു. അപ്പൊ ഇത് റെക്ടാങ്കിൾസ് വന്നപ്പോൾ 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ്, അത് 9 തന്നെയല്ലേ വന്നേ. അപ്പൊ ഈ ഒരു പാറ്റേൺ ആണ് നമ്മളിവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ സ്ക്വയേഴ്സ് മാത്രമാണ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിച്ചോണം, ഈ ചോദ്യത്തിൽ പറഞ്ഞ ഈ 5 സ്ക്വയേഴ്സും ഈ പറഞ്ഞ 9ന്റെ അകത്ത് അടങ്ങുന്നുണ്ട്. ഈ 5 എണ്ണം കൂടാതെ അല്ല ഈ പുതിയ 9 എണ്ണം വന്നിരിക്കുന്നത്. അപ്പൊ ഇതേ ലോജിക്ക് നമ്മൾ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ 3 ഡയമെൻഷൻസ് ആണ് വന്നിരിക്കുന്നത്. അതായത് 3 കോളംസും 3 റോസും. ലൈൻസിന്റെ നമ്പർ അല്ല, 3 കോളംസും 3 റോസും. അപ്പൊ ഇവിടെ സ്ക്വയേഴ്സ് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കാം. നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് ഇവിടുന്ന് കിട്ടും 9 4 13 13 14. അപ്പൊ ഇനി ഇത്തരം ചോദ്യങ്ങൾ ആവർത്തിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരൊറ്റ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. അപ്പൊ ഇനി ഇവിടുത്തെ റെക്ടാങ്കിൾസിലേക്ക് നമുക്ക് വരാം. അപ്പൊ റെക്ടാങ്കിൾസ് പറഞ്ഞു അതാത് ഡയമെൻഷൻസിന്റെ ക്യൂബ്സ് എടുത്ത് കൂട്ടിയാൽ മതിയെന്ന്. അപ്പൊ ഇവിടെ ഇതിനെ 1 ക്യൂബ് 2 ക്യൂബ് 3 ക്യൂബ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഉത്തരത്തിനെ കൊണ്ടുവരാം. 1 ക്യൂബ് എന്ന് പറഞ്ഞപ്പോൾ 1 തന്നെ വന്നു. 2 ക്യൂബ് 8 ആണ്. 3 ക്യൂബ് 27 ആണ്. അപ്പൊ 27 8 35 1 36. അപ്പൊ 36 റെക്ടാങ്കിൾസ് ആണ് ഈ ഡയഗ്രത്തിലുള്ളത്. അതുകൊണ്ട് ഉത്തരം 36 എന്ന് വരും. അത് പ്രത്യേകം ഓർക്കുക, സ്ക്വയേഴ്സിന്റെ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് എത്ര ഡയമെൻഷൻസ് ഉണ്ടോ അതിന്റെ സ്ക്വയേഴ്സ് കൂട്ടുക. റെക്ടാങ്കിൾസിന്റെ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് അതാത് ഡയമെൻഷൻസിന്റെ ക്യൂബ്സ് കൂട്ടിയാൽ മതി. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണിത്. തുടർന്നുള്ള പരീക്ഷകളിൽ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ഈ രീതിയിൽ സമീപിക്കുക. കൂടാതെ ഇവിടെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയമെൻഷൻ ആണ് നമുക്ക് പരിചിതമായത്. അതായത് ഇത് 3x3 ഡയമെൻഷനിലാണ്, ഇത് 2x2 ആണ്. ഇനി ബാലൻസ്ഡ് അല്ലാത്ത ഡയഗ്രാംസ് വന്നാൽ ഏത് രീതിയിലായിരിക്കണം നമ്മുടെ കാൽക്കുലേഷൻസ് ഡെവലപ്പ് ചെയ്യേണ്ടത് എന്ന് സ്വന്തമായിട്ട് ആലോചിക്കുക. അതായത് ഒരു 3x4 ഗ്രിഡ് ആണ് വരുന്നത് എങ്കിൽ എത്തരത്തിലായിരിക്കണം നമ്മൾ ഈ കാൽക്കുലേഷനിൽ വരുത്തേണ്ട ചെറിയ മാറ്റം. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം 36 എന്നുള്ളതാണ്. അത് ഓപ്ഷൻസിൽ ഇല്ല. കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോ ലെസൺസിൽ ഡിസ്കസ് ചെയ്യാം. മറക്കേണ്ട, അഡീഷണൽ സപ്പോർട്ടിന് വേണ്ടി മെറ്റീരിയൽസിന് വേണ്ടിയും SP4 Quant എന്ന ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക.